ഞങ്ങൾക്കും ഉണ്ടൊരു മാവ്. കുറച്ച് ലാളന കൂടുതലായതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ഡിമാൻഡാണ് ആൾക്ക്. അപ്പോൾ ഇത്തവണ എല്ലായിടത്തും കായ്ച്ചപ്പോഴും നമ്മളെ മാവിന് മാത്രം ഒരു കൊമ്പിൽ മാത്രം മാങ്ങയുള്ളൂ കേട്ടോ. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതേപോലെ ഒരു കൊടിച്ചി മാവിനെ? ഏതായാലും മൂത്ത പഴങ്ങളൊക്കെ ഞങ്ങൾ പറിച്ചെടുക്കാൻ പോവാണ്. അപ്പം ആദ്യത്തെ പറിക്കൽ തന്നെ ഇതിൻ്റെ ഓണറത്തി തന്നെയാണ് ഫസ്റ്റ് ഈ മാവുമ്മൽ കൈവെക്കുക കേട്ടോ. അതങ്ങനെയാണ്. ഏതായാലും അത്യാവശ്യത്തിന് മാങ്ങയൊക്കെ കിട്ടി. ഇനി മാങ്ങാപ്പറി കഴിഞ്ഞിട്ട് ചെറിയൊരു ട്രിപ്പാണ്. ഞങ്ങൾ 4 ഫ്രണ്ട്സ്, എന്തുകൊണ്ടോ എന്തോ ഒരേ വൈബിൽ കണക്റ്റായ 4 പേര് കേട്ടോ. 4 പേരല്ല, ഇനിയുണ്ട് ഞങ്ങളെ സംഘത്തിൽ. അപ്പം ഇന്ന് പോകുന്ന കരിയാത്തുംപാറയിലെ എന്താണെന്നറിയില്ല, അവിടേക്ക് വീണ്ടും വീണ്ടും പോയാലും എനിക്ക് മതി വരാത്തതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പ്രകൃതി തന്നെയാണ് മെയിൻ കാരണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയിൽ അങ്ങനെ ആസ്വദിച്ച് നിൽക്കാം, ഭയങ്കര രസം. ഇത് കേട്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ കുറേ നേരം സംസാരിച്ചും തമാശ പറഞ്ഞും അതുപോലെ ഓർമ്മകളൊക്കെ അയവിറക്കി എങ്ങനെ ഇരിക്കാൻ എന്ത് രസമാണെന്ന് അറിയാം. നമ്മളെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അവിടെ വെച്ച് കുറേ ദിവസത്തേക്കുള്ള ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളതേ തിരിച്ചു വരുമ്പം ഏകദേശം ടൈം കുറച്ച് ലേറ്റ് ആയിണ്. എന്നാലും ആ ഒരു യാത്ര അടിപൊളിയായിരുന്നു.